ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്കാണ്. ഈ സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കും എന്ന് തലപോയിക്കാനൊന്നുമില്ല കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുറച്ച് ഗോതമ്പ് പൊടിയും കുറച്ച് പൊട്ടറ്റോയും മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്കാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഇപ്പോൾ വീട്ടിലിരുന്നാണ് പഠിക്കുന്നത്. എല്ലാവരും വീട്ടിലുള്ള സമയമാണ്. അപ്പോൾ വൈകുന്നേരം ഇന്ന് തന്നെ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി നോക്കിക്കോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഈ സ്നാക്ക് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഫില്ലിങ്ങിനായിട്ട് നമ്മളിപ്പോൾ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, 1.5 സവോള എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, കുറച്ച് മല്ലിയില, വളരെ കുറച്ച് മല്ലിയില മതി. ഈ ഫില്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ബ്രെഡ് പക്കോടയുടെ ഉള്ളിൽ വയ്ക്കുന്ന ഫില്ലിംഗ് തന്നെയാണ് കേട്ടോ. സെയിം ഫില്ലിംഗ് ആണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ പൊടി കുഴച്ച് വയ്ക്കാം, അതിനുശേഷം ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. പൊടി എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കാൻ പോകുന്നത്. 1.5 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് നമ്മളിപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 2 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അയമോദകം ചേർക്കാം. അയമോദകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ജീരകം ഉണ്ടല്ലോ, നമ്മൾ കറിക്കൊക്കെ അരയ്ക്കുന്ന ചെറിയ ജീരകം ചേർക്കാം കേട്ടോ. അയമോദകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അയമോദകം തന്നെ ചേർക്കാം. അയമോദകം ആയിരിക്കും കൂടുതൽ ബെറ്റർ ആവുന്നത്. നമ്മൾ പൊട്ടറ്റോ ഫില്ലിംഗ് ആണല്ലോ വയ്ക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നമ്മൾ ചപ്പാത്തിയുടെ പൊടി കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. 1 ടീസ്പൂൺ എണ്ണയും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. ചപ്പാത്തി എണ്ണ ഒഴിച്ച് കുഴയ്ക്കുന്ന പോലെ തന്നെ നമ്മൾ കുഴച്ചെടുക്കാം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കുഴച്ച് തുടങ്ങാം. കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുക കേട്ടോ. വെള്ളം ഒരുമിച്ച് ചേർക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വെള്ളമായി പോകരുത്. വെള്ളത്തിൻ്റെ അളവ് കുറവായിരിക്കണം. ചപ്പാത്തി മാവിൻ്റെ പാകത്തിൽ ആക്കിയെടുക്കാം നമുക്കിത്. ഒരു പൊടിക്ക് ചപ്പാത്തി മാവിനേക്കാൾ ലൂസായി എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. നമുക്ക് പരത്തിയെടുക്കുമ്പോൾ പൊടിയിട്ട് പരത്തിയെടുക്കാം. ഇതാകുമ്പോൾ പൊടിയിട്ട് പരത്തിയില്ലെങ്കിൽ അധികം വെള്ളമാവാതെ ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ നമ്മുടെ ചപ്പാത്തിയുടെ മാവ് പോലെ പൊടി കറക്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. നമ്മുടെ ഫില്ലിങ്ങിനായിട്ട് നമ്മളിപ്പോൾ എടുത്തു വെച്ചിരുന്ന പൊട്ടറ്റോ ഉടച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സവോളയും പച്ചമുളകും എല്ലാം ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. മല്ലിയിലയും ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിലേക്ക് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കുന്നത് ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ചാട്ട് മസാല. ചാട്ട് മസാലയുടെ ഫ്ലേവറാണ് ഇതിന് കൂടുതൽ ബെറ്റർ. ഒരു 3/4 ടീസ്പൂൺ ചാട്ട് മസാല എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറച്ചിട്ട് മുളക് പൊടി ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ പച്ചമുളക് ആണ് ഇഷ്ടപ്പെടുന്നത്. പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് ഇതിന് നല്ലത്. ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. കൈ ഉപയോഗിച്ച് തന്നെ കുഴച്ചെടുക്കുക. അപ്പോഴേ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ചേർത്ത ചാട്ട് മസാലയും ഉപ്പും എല്ലാം മിക്സായി വരുള്ളൂ. ഈ ഫില്ലിംഗ് നമുക്ക് നേരത്തെ റെഡിയാക്കി വെക്കാം കേട്ടോ. ഇപ്പോൾ തലേ ദിവസം ഫില്ലിംഗ് റെഡിയാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് ഈ സ്നാക്ക് റെഡിയാക്കാം. അല്ലെങ്കിൽ രാവിലെ ഫില്ലിംഗ് റെഡിയാക്കി വെച്ചിട്ട് വൈകിട്ടത്തേക്ക് സ്നാക്ക് റെഡിയാക്കി എടുക്കാം. സമയമില്ലാന്നുണ്ടെങ്കിൽ, സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ റെഡിയാക്കി എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ പൊട്ടറ്റോയിൽ വലിയ പീസുകളില്ലാതെ ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. വലിയ പീസുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഷേപ്പ് ആക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കറക്റ്റായില്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരുപാട് എരിവുള്ള സ്നാക്കല്ല, അതുകൊണ്ടാണ് നമ്മൾ 3 പച്ചമുളക് മാത്രം ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂടുതൽ ചേർക്കാം. ഞാനൊന്ന് ഉപ്പൊക്കെ ചെക്ക് ചെയ്യട്ടെ. ഉപ്പൊക്കെ കറക്റ്റാണ്, എരിവും കറക്റ്റാണ്. അപ്പോൾ നമുക്കിനി ഇത് ഷേപ്പാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടതെന്നുള്ളതനുസരിച്ച് ഷേപ്പാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ഓവൽ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. ഓവൽ ഷേപ്പിലാക്കിയിട്ടാണ് നമ്മുടെ ഷീറ്റ് റെഡിയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ പോകുന്നത്. ഈ ഒരു വലിപ്പത്തിൽ, ഒരുപാട് വലിപ്പം കൂടണ്ട, ഒരു മീഡിയം വലിപ്പത്തിൽ ഓവൽ ഷേപ്പിലാക്കിയെടുക്കാം. ഇതാ ഈ ഒരു ഷേപ്പിലാണ് ഞാനിപ്പോൾ ആക്കിയെടുക്കുന്നത്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാം റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മളിതാ 8 പീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഷീറ്റ് പരത്തിയെടുക്കാം. ഷീറ്റ് പരത്തിയെടുക്കുമ്പോൾ നമ്മൾ ഓവൽ ഷേപ്പിൽ പരത്തിയെടുക്കണം. നമുക്ക് നമ്മുടെ ബോൾസ് ചപ്പാത്തി ബോൾസ് പോലെ തന്നെ 6 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ ബോൾസ് കട്ട് ചെയ്തെടുക്കാം ആദ്യം. അപ്പോൾ നമുക്ക് എത്ര ബോൾസ്
ബോൾസ് ആണെന്ന് വെച്ചാൽ ആ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. എത്ര വലിപ്പം വേണം, എത്ര എണ്ണം വേണം എന്നുള്ളതനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. ഓരോ ബോൾസും നമുക്ക് പരത്തിയെടുക്കാം. നമ്മളിത് പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2 പോർഷനായിട്ട് തിന്നായിട്ടും തിക്കായിട്ടും പരത്തിയെടുക്കണം. അങ്ങനെ പരത്തിയെടുത്താലേ ഇത് പെർഫെക്റ്റ് ആവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ സ്നാക്കിൻ്റെ ഇൻസൈഡ് കുക്കാവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇൻസൈഡ് കുക്കാവാതെ പുറം മാത്രം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ചീസ് വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ചീസ് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 2-3 എണ്ണത്തിൽ ചീസ് വയ്ക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ കിച്ചൂസിന് ചീസ് ഇഷ്ടമായതുകൊണ്ട് ചീസ് വയ്ക്കുന്നത്. ചീസ് വയ്ക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം മതി, ഓപ്ഷണലാണത്. ഓവൽ ഷേപ്പിൽ പരത്തിയെടുക്കുക കേട്ടോ. ഓവൽ ഷേപ്പിൽ പരത്തിയെടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുക. നമ്മൾ ഓവൽ ഷേപ്പിലാണല്ലോ നമ്മുടെ ഫില്ലിങ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഓവൽ ഷേപ്പിൽ പരത്തിയെടുക്കുക എന്ന് പറഞ്ഞത്. ഒരു ഹാഫ് തിന്നായിട്ടും ഒരു ഹാഫ് തിക്കായിട്ടും പരത്തിയെടുക്കുക. തിക്കായിട്ട് പരത്തിയെടുത്താലേ നമ്മൾ ഡിസൈനിൽ കട്ട് ചെയ്യുമ്പോൾ ആ ഡിസൈൻ കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. അതുകൊണ്ടാണ് ഒരു ഹാഫ് തിന്നായിട്ട് തന്നെ കട്ട് ചെയ്യാന്ന് പറയുന്നത്. രണ്ടും ഈക്വൽ വലിപ്പത്തിലാക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. നമ്മൾ വളരെ കുറച്ച് പൊടി ഉപയോഗിച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. നമ്മൾ ഒരു ഹാഫ് തിന്നായിട്ടും ഒരു ഹാഫ് തിക്കായിട്ടാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ തിന്നായിട്ട് കട്ട് ചെയ്ത പോർഷൻ നമ്മൾ നീക്കി വയ്ക്കുക. അടുത്തതിൽ നമ്മൾ ഡിസൈനിൽ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഏത് ഡിസൈനാണോ വേണ്ടത് ആ ഡിസൈനിൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 2 എൻഡും കട്ടായി പോരുത്. 2 എൻഡും അവിടെ തന്നെ നിർത്തിക്കൊണ്ട് നടുഭാഗം മാത്രം കട്ട് ചെയ്യാം കേട്ടോ. 2 എൻഡും വിട്ടു പോരുത്. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കിത് രണ്ടും അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പീസ് എടുത്ത് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എല്ലാ സൈഡും. ഒട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വെള്ളം ടച്ച് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്തോളൂ. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒട്ടി വന്നോളും. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതുപോലെ എടുത്ത് വയ്ക്കുക. ഇനി നമ്മൾ ഈ സൈഡ്സിലൊക്കെ ഒന്ന് വെള്ളം ഒന്ന് തടവി കൊടുക്കുക. ലൈറ്റായിട്ട് നന്നായിട്ട് ഒട്ടി വരാൻ വേണ്ടിയിട്ടാണ് വെള്ളം തടവി കൊടുക്കുന്നത്. എല്ലാ എഡ്ജിലും ഒരുപോലെ തന്നെ വെള്ളം തടവി കൊടുത്തിട്ടുണ്ടാവണം. എല്ലാ എഡ്ജും നമുക്ക് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. ഇനി ഇത് ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് മടക്കിയെടുക്കുക. ഇപ്പുറത്തെ സൈഡും മടക്കുക. 2 സൈഡും മടക്കിയെടുക്കുക. ഈ ടോപ്പ് പോർഷനും നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിലൊന്ന് മടക്കിയെടുക്കുക. അതിന് ശേഷം അടിഭാഗം വരുമ്പോൾ ഇങ്ങനെ ഒന്ന് കൂട്ടി ചേർത്ത് പ്രസ് ചെയ്ത് കൊടുക്കുക.
ടോപ്പും ബോട്ടവും നന്നായിട്ട് ഒട്ടിയിട്ടുണ്ടാവണം, ഇല്ലെങ്കിൽ എണ്ണ ഉള്ളിലേക്ക് കയറും. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ഒരു സ്നാക്ക് റെഡിയായി. നമ്മളിതുപോലെ പിടിച്ച് കഴിയുമ്പോൾ കറക്റ്റ് പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്സ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ 3 എണ്ണത്തിൽ ഞാൻ ചീസ് വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ളതിൽ ചീസ് വെച്ചിട്ടില്ല. അപ്പോൾ നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ സ്നാക്ക് ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായോ എന്ന് ഞാൻ നോക്കാൻ പോകുന്നത് നമ്മുടെ മാവിൻ്റെ ഒരു പീസ് ഇട്ട് കൊടുത്തിട്ടാണ്. എണ്ണ ചൂടായി വരുന്നുണ്ട്. നമുക്കിനി ഇത് മാറ്റിയിട്ട് നമ്മുടെ സ്നാക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരുമിച്ച് കൂടുതൽ എണ്ണം ഇടരുത്, 2 or 3 എണ്ണം മാത്രം ഒരുമിച്ച് ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഫ്രൈ ആയി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ചീസൊക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് പൊട്ടിപ്പോവും. അപ്പോൾ ഇതെടുത്ത് മാറ്റാം നമുക്ക്. നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്നാക്ക് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു സമയത്ത് 2 എണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ചട്ടി ആയതുകൊണ്ട്, എന്താണെന്ന് വെച്ചാൽ നീളമുള്ളതുകൊണ്ട് കറക്റ്റായിട്ട് മുങ്ങി കിടക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് 2 എണ്ണം ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വയ്ക്കുക, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. വലിയ ബർണറല്ല, ചെറിയ ബർണറിൽ ലോ ഫ്ലെയിമിൽ വെക്കുക. ഇതൊന്ന് ഇൻസൈഡും കുക്കാവാനുണ്ട്. 2 ലെയറായിട്ടാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇൻസൈഡും ഔട്ട് സൈഡും കുക്കായി വരാനായിട്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരു സൈഡ് റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം. ബാക്കിയുള്ളതെല്ലാം നമ്മളെല്ലാ സ്നാക്സും ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഈ തീയുടെ കാര്യം മാത്രം ശ്രദ്ധിക്കുക, അത് ചൂട് കറക്റ്റായിരിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം പതുക്കെ. അപ്പോൾ കണ്ടോ, ചെറുതായിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് വന്ന് തുടങ്ങുന്നുണ്ട്. നന്നായിട്ട് ബ്രൗൺ ആയി വരണം. 2 or 3 പ്രാവശ്യം 2 സൈഡിലേക്കും തിരിച്ചിട്ടാലേ പെർഫെക്റ്റ് ആവുള്ളൂ കേട്ടോ. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ അത് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇതാ ആദ്യം ഇട്ട 2 എണ്ണം ഫ്രൈ ആയിട്ടുണ്ട്. കുറച്ച് ടൈം എടുത്താണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ കളറാണെങ്കിലും ഇതൊന്ന് ചൂട് മാറി വരുമ്പോൾ കുറച്ചുകൂടി കളർ വരും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കളറാകുമ്പോൾ എടുക്കുന്നത്. എണ്ണയൊന്നും ഒട്ടും വലിക്കില്ല. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഒക്കെ ഇതാ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങനെ ഒരു സ്നാക്ക് ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കിക്കോളൂ. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. ആ സൗണ്ട് കേൾക്കുന്നത് നമ്മൾ സ്നാക്ക് ഫ്രൈ ചെയ്യുന്നതിൻ്റെ സൗണ്ടാണ് കേട്ടോ. ചീസ് ഉള്ളത് ഇടയ്ക്ക് ചീസ് ഒന്ന് പുറത്തേക്ക് വരുന്നുണ്ട്, അതിൻ്റെയാണ് സൗണ്ട് വരുന്നത്. അപ്പോൾ നിങ്ങളിത് ടൊമാറ്റോ സോസിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. നല്ല ടേസ്റ്റ് വരാം. വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്, പക്ഷേ ടൊമാറ്റോ സോസിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഡിസൈൻ കട്ട് ചെയ്യാനിപ്പോൾ നമ്മുടെ പിസ്സ കട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക വീഡിയോയുടെ താഴെ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വീഡിയോയുടെ താഴെയുള്ള ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.